ഹായ് ഹോൾ വെൽക്കം ടു AICT ആസ്ട്രാക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. മുന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് WPSഉം ആക്ടിവിറ്റീസും ക്രിയേറ്റ് ചെയ്യുക എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച WPSഉം ആക്ടിവിറ്റീസും തമ്മിൽ എങ്ങനെ റിലേഷൻഷിപ്പ് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ പ്രൈമറിയിൽ നമ്മൾ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ പ്രൊജക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റീസ് വിൻഡോയിൽ നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റീസ് വിൻഡോ. ഈ ഗ്യാൻ ചാർട്ട് ഏരിയയിൽ നമുക്ക് ബാർസ് കാണാം. ഒരു പക്ഷേ നിങ്ങളിത് ക്രിയേറ്റ് ചെയ്ത് ഈ ബാർസ് നിങ്ങൾക്ക് അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാൻ ചാർട്ട് ഏരിയയിൽ ജസ്റ്റ് ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാർസ് കാണാൻ കഴിയുന്നതാണ്. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിലെല്ലാം ഡ്യൂറേഷൻ സെയിം ആണ്. നമുക്ക് 4 ഡേയ്സ് എന്നാണ്. നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പ്രോജക്റ്റ് എങ്ങനെയാണോ നമ്മൾ ഷെഡ്യൂൾ ചെയ്തത് ആ ഒരു ഡ്യൂറേഷൻ ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് ഈ ബാർ ചാർട്ട്. നമ്മൾ ഈ ഒരു ഡ്യൂറേഷൻ അനുസരിച്ച് ഇതിൻ്റെ ലെങ്ത് ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇവിടെ എല്ലാ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻ 4 ഡേയ്സ് ആയതുകൊണ്ടാണ് സെയിം ലെങ്ത് വന്നിട്ടുള്ളത്. ഇവിടെ 4 ഡേയ്സ് ആണ് വരിക. ഇതിൽ സാറ്റർഡേ ഓഫ് ആയതുകൊണ്ട് നമുക്ക് 5 ഡേയ്സ് ആണ്. നമുക്ക് വർക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് അത് കൂടുതലായിട്ട് നമുക്ക് 5 ഡേയ്സ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ഈ മുകളിലായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡേയ്സ് ആണ്. അതുപോലെ മുകളിൽ അതിൻ്റെ മന്ത്, നമുക്ക് ഏതാണ് മാസം എന്നുള്ളതും അതിൻ്റെ വീക്ക്, ആ വീക്കിൽ ഡേയ്സ് ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ക്യാൻ ചാർട്ട് ഏരിയയിൽ ഇൻസൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈം സ്കെയിൽ, നമുക്ക് ആവശ്യമുള്ളത് വീക്സ് പെർ ഡേ ആണ്. നമുക്കിപ്പോൾ വലിയൊരു പ്രൊജക്റ്റ്, ഇയേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രൊജക്റ്റ്, വലിയ പ്രൊജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഒരു 3 ഇയർ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ക്യാൻ ചാർട്ട് നമ്മൾ വീക്കിലി ഡേയ്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിരിക്കും. അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളിത് ചേഞ്ച് ചെയ്തിട്ട് മന്ത് പെർ വീക്ക് എന്നാക്കുകയാണ്. അതിനായിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് മുകളിൽ വന്നിട്ടുള്ളത് മന്തും അതുപോലെ അടിയിലുള്ളത് വീക്സും ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ടൈം സ്കെയിൽ എന്ന് പറയുന്നത് വീക്സ് പെർ ഡേ ആണ്. ഇത് 2 വീക്സ് പെർ ഡേ 1 ആൻഡ് വീക്സ് പെർ ഡേ 2 ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. വീക്സ് പെർ ഡേ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്ലൈ കൊടുക്കുക. ഇപ്പോൾ അത് വീണ്ടും തിരിച്ച് പഴയതുപോലെ ആയിട്ടുണ്ട്. മുകളിൽ നമുക്ക് വീക്സ്, അതുപോലെ അതിന് താഴെ നമുക്ക് ഡേയ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു മൗസ് പോയിന്റ് കണ്ടില്ല, നമ്മളിവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലെൻസിൻ്റെ സിമ്പിൾ വരുന്നുണ്ടല്ലേ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സൂം ചെയ്യാനുള്ളതാണ്. നമുക്ക് സൂം ചെയ്യാൻ കഴിയും നമ്മുടെ ടൈം സ്കെയിലിൽ. അതുപോലെ അതിന് മുകളിൽ ഒന്നും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൈയിൻ്റെ സിമ്പിൾ വരുന്നുണ്ടല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈം സ്കെയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധിക്കും. ഈ ഒറിജിനൽ ഡ്യൂറേഷനിൽ നമുക്കിവിടെ കാണാം 4 എന്നുള്ളത് വെറും 4 മാത്രമാണല്ലേ കാണുന്നത്. ഇതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ 4 ഡേയ്സ് ആണ്. നമുക്ക് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡേയ്സിലാണല്ലേ. നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഡിറ്റിൽ പോവുക. എഡിറ്റിൽ യൂസർ പ്രിഫറൻസ്, ഇവിടെ ടൈം യൂണിറ്റ്സിൽ നമുക്കിവിടെ കാണാം യൂണിറ്റ് ഓഫ് ടൈം. ഇത് ഡേയ്സ് ആണ്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഹവേഴ്സിലോ വീക്കിലോ മന്തിലോ ഒക്കെ. നമുക്ക് ഡേയ്സിലാണല്ലോ വേണ്ടത്. അപ്പോൾ ഡേയ്സ് ഇടുക. അതുപോലെ തന്നെ ഷോ ഡ്യൂറേഷൻ ലേബൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സാമ്പിൾ കാണാം. 10D എന്നായിട്ടുണ്ട്. അതായത് 10 ഡേയ്സ് എന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാം ഇത് എന്തിലാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഡേയ്സ് മാറ്റി ഹവേഴ്സിലാണ് എന്നുണ്ടെങ്കിൽ 81H അവേഴ്സ് എന്നുള്ളത് മാറിയിട്ടുണ്ട്. നമുക്ക് ഡേയ്സിലാണ് ആവശ്യം. അപ്പോൾ ഡേയ്സിലിടുക. അതിനുശേഷം ഷോ ദ ഡ്യൂറേഷൻ ലേബൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒറിജിനൽ ഡ്യൂറേഷൻ ഇവിടെ കണ്ടോ, നമുക്ക് 4D എന്ന് വന്നിട്ടുണ്ട്. അതായത് ഡേയ്സ് എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഒറിജിനൽ ഡ്യൂറേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ പ്രൊജക്റ്റിൽ എന്താണോ നമ്മൾ പ്ലാൻ ചെയ്ത ഡ്യൂറേഷൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പ്ലാൻ ചെയ്ത ഡ്യൂറേഷൻ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളെ ബാർസിൻ്റെ ലെങ്ത്തിലും ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. അതായത് എത്രയാണോ നമ്മൾ ഡ്യൂറേഷൻ എൻ്റർ ചെയ്തത് ആ ഒരു ഡേയ്സിനനുസരിച്ച് നമ്മളെ ബാർസിൻ്റെ ലെങ്ത്തിലും ഡിഫറൻസ് ഉണ്ട്. അടുത്തതായി ഈ റിലേഷൻഷിപ്പ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ താഴെ കാണാം നമ്മുടെ പ്രിഡസസറും സക്സസറും. എന്താണ് പ്രിഡസസറും സക്സസറൊക്കെ എന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിലൂടെ പഠിച്ചിട്ടുണ്ട്.
ഈ പ്രിഡസസറും സക്സസറിലേറെ എളുപ്പം നമുക്ക് റിലേഷൻഷിപ്പിൽ നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒറ്റൊരു ടേബിളിൽ തന്നെ നമുക്ക് പ്രിഡസസറും സക്സസറും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് ആക്ടിവിറ്റി ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ഇവിടെ കാണാം റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയി ഒരു റിലേഷൻഷിപ്പ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കസ്റ്റമൈസ് ആക്ടിവിറ്റി ഡീറ്റെയിൽസിൽ പോയിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പ് എന്നുള്ളത്. ഇതിലാണ് നമ്മൾ ഈ ഒരു പ്രിഡസസറും സക്സസറും ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിട്ടിക്കൽ പാത്തിൽ നമുക്ക് നോക്കാം ഏതാണ് നമുക്ക് ഫസ്റ്റ് വർക്ക് എന്നുള്ളത്. അതായത് ഈ ഒരു സൈറ്റ് പ്രിപ്പറേഷന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യുന്നതാണ് 3 വർക്ക് എന്നുള്ളത്. ഗാർഡൻ വർക്ക്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ആൻഡ് കോളംസ്, അതുപോലെ കോമ്പൗണ്ട് വാൾ ഫൗണ്ടേഷൻ. ഈ 3 വർക്കും ഈ ഒരു സൈറ്റ് പ്രിപ്പറേഷൻ്റെ സക്സസറാണ്. അതായത് പ്രിഡസസർ ആണ് സൈറ്റ് പ്രിപ്പറേഷൻ എന്നുള്ളത്, അതിൻ്റെ സക്സസറാണ്. ഈ ഒരു സൈറ്റ് പ്രിപ്പറേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സക്സസർ ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും. ഈ ഒരു വിൻഡോയിൽ സക്സസറിൻ്റെ ഇതിൽ അസൈൻ കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ടേബിൾ വലുതാക്കാം. വലുതാക്കിയതിന് ശേഷം നമുക്ക് ഏതൊക്കെയാണ് ഫസ്റ്റ് വർക്ക് വരുന്നത്? ഗാർഡൻ വർക്ക് അല്ലേ. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ബട്ടൺ കൊടുക്കുക. ഗാർഡൻ വർക്ക് നമുക്ക് ഇവിടെ ആഡ് ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം അടുത്തതാണ് ഫൗണ്ടേഷൻ ആൻഡ് കോളംസ്. നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് സക്സസറിൽ. അതുപോലെ കോമ്പൗണ്ട് വാൾ ഫൗണ്ടേഷൻ. ഇപ്പോൾ ഈ ഒരു 3 ആക്ടിവിറ്റീസ് നമ്മുടെ സൈറ്റ് പ്രിപ്പറേഷൻ്റെ സക്സസറായിട്ട് നമുക്കിവിടെ ലിങ്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് 3 റിമൂവ് ചെയ്യാം. നമ്മളിപ്പോൾ വലിയൊരു ആക്ടിവിറ്റീസ് ഈ 3 ഒന്നിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു 3 നമ്മളിപ്പോൾ ലിങ്ക് ചെയ്ത 3 ആക്ടിവിറ്റീസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗാർഡൻ വർക്ക് എന്നുള്ളതും അതുപോലെ ഫൗണ്ടേഷൻ ആൻഡ് കോമ്പൗണ്ട് വാൾ ഫൗണ്ടേഷൻ, ഇത് 3 നമ്മൾ കൺട്രോൾ യൂസ് ചെയ്തിട്ട് സെയിം ടൈമിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3 ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. ഇനി അടുത്തത് ഏതാണ്? നമുക്ക് ഗാർഡൻ വർക്കിന് ശേഷം അടുത്ത വർക്ക് വരുന്നത് നമുക്ക് സോയിൽ ഫില്ലിംഗ് ആണല്ലേ. അപ്പോൾ അതിന് നമുക്ക് സക്സസർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാർഡൻ വർക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം സോയിൽ ഫില്ലിംഗ്, ഗാർഡൻ വർക്കിൻ്റെ സക്സസറാണ് സോയിൽ ഫില്ലിംഗ് എന്നുള്ളത്. അപ്പോൾ അത് ലിങ്ക് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ നമുക്ക് അടുത്തത് സോയിൽ ഫില്ലിംഗ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലാന്റിംഗ് എന്നുള്ള സക്സസർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പ്ലാന്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഹാൻഡ് ഓവർ എന്നുള്ളതാണ്. അപ്പോൾ ഹാൻഡ് ഓവർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫൗണ്ടേഷൻ ആൻഡ് കോളംസ്. ഇത് ഫൗണ്ടേഷൻ ആൻഡ് കോളത്തിന് ശേഷം നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത് ബീംസ് ആൻഡ് സ്ലാബ് ആണ്. ബീംസ് ആൻഡ് സ്ലാബിൻ്റെ സക്സസറാണ് പ്ലാസ്റ്ററിങ് ആൻഡ് പെയിൻറ് വർക്ക് എന്നുള്ളത്. നമുക്ക് പ്ലാസ്റ്ററിങ് ആൻഡ് പെയിൻറ്റിങ്ങിൻ്റെ സക്സസർ ഏതാണ് അടുത്ത് വരുന്നത്? MEP വർക്കാണ്. അതിനുശേഷം നമ്മൾ കോമ്പൗണ്ട് വാളിൻ്റെത്, കോമ്പൗണ്ട് വാളിൻ്റെ ഫൗണ്ടേഷൻ്റെ സക്സസർ ഏതാണ്? നമുക്ക് അടുത്തതായിട്ട് വരുന്നത് കോമ്പൗണ്ട് വാൾ ബ്ലോക്ക് വർക്കാണല്ലേ. അപ്പോൾ ബ്ലോക്ക് വർക്ക് നമ്മളിവിടെ ആഡ് ചെയ്യുക സക്സസറിൽ. അതിനുശേഷം കോമ്പൗണ്ട് വാൾ ബ്ലോക്ക് വർക്കിൻ്റെത് സക്സസറാണ് കോമ്പൗണ്ട് വാൾ പ്ലാസ്റ്ററിങ്. അതുപോലെ ഈ കോമ്പൗണ്ട് വാൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിൻ്റെ സക്സസറാണ് നമുക്ക് MEP വർക്ക് അല്ലേ. MEP വർക്കിനപ്പം എന്തായി 2 പ്രിഡസസർ ആണുള്ളത്. ഏതൊക്കെയാണ്? പ്ലാസ്റ്ററിങ് ആൻഡ് പെയിൻറ്റിങ് ആൻഡ് കോമ്പൗണ്ട് വാൾ പ്ലാസ്റ്ററിങ്. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല നമുക്ക് MEP വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ ക്രിട്ടിക്കൽ പാത്തിൽ 2 ലിങ്ക് ആയിരുന്നു ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു 2 ലിങ്കും ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ പ്രിഡസസറിൽ. അടുത്തത് നമ്മൾ MEP വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സക്സസറാണ് ഹാൻഡ് ഓവർ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ എല്ലാ ലിങ്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ റിലേഷൻഷിപ്പ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ലിങ്കിങ് ഇവിടെ കാണാനില്ലല്ലേ. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് റിലേഷൻഷിപ്പ് ലിങ്ക് ചെയ്യുന്നത് ഡിസ്പ്ലേ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ്, ഓരോ ആക്ടിവിറ്റീസിൻ്റെയും റിലേഷൻഷിപ്പ് നമുക്കിവിടെ കാണാം എങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസ് ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഒറിജിനൽ ഡ്യൂറേഷൻ സ്റ്റാർട്ട് ഡേറ്റ് നോക്കിയേ എല്ലാത്തിനും സെയിം ആണല്ലേ.
1 നവംബർ 24 എന്നുള്ളത്. അതുപോലെ നമ്മുടെ എൻഡ് ഡേറ്റ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഡ്യൂറേഷൻ അനുസരിച്ച്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം അല്ലേ, നമ്മുടെ ആ ഒരു ക്രിട്ടിക്കൽ പാത്തിനനുസരിച്ച് നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഷെഡ്യൂളായി വരണം. അതിനായിട്ട് നമ്മൾ ഇത് റൺ ചെയ്യണം, അതല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇവിടെ ഒരു ക്ലോക്കിൻ്റെ സിമ്പിൾ ഉണ്ടല്ലേ, ഇതാ ഈ ഷെഡ്യൂൾ, അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് F9 ആണ്. ക്ലോക്കിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ കാണാം പ്രൊജക്റ്റ് ഷെഡ്യൂൾ എത്രാമത്തതാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്, കറണ്ട് ഡേറ്റ് നമുക്ക് എന്നാണ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ ഷെഡ്യൂൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്, ഇത് ഷെഡ്യൂൾ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ക്രിട്ടിക്കൽ പാത്തിൽ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 22 ഡേയ്സ് ആയിരുന്നു വന്നിട്ടുള്ളത്. ആ ഒരു 22 ഡേയ്സ് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റിനും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്തും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ബാർ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ഒരു ചുവന്ന കളറിലുള്ള ബാർസ് അല്ലേ, ഈ ബാർസ് വരുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിൽ പറഞ്ഞിരുന്നു നമുക്ക് ഏതാണോ ഈ 00 വരുന്നത്, ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് സൈറ്റ് പ്രിപ്പറേഷന്, ഫൗണ്ടേഷൻ ആൻഡ് കോളംസ്, ബീം ആൻഡ് സ്ലാബ്, പ്ലാസ്റ്ററിങ്, മെക്കാനിക്കൽ വർക്ക്, ഹാൻഡ് ഓവർ. ഇതായിരുന്നു. നമുക്ക് ഇതിൽ നോക്കാം ഇത് തന്നെയാണോ, ഈ ഒരു ബാർസ് തന്നെയാണോ ക്രിട്ടിക്കൽ പാത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഫൗണ്ടേഷൻ ആൻഡ് കോളംസ്, സൈറ്റ് പ്രിപ്പറേഷൻ ആൻഡ് ഫൗണ്ടേഷൻ കോളം, ബീം ആൻഡ് സ്ലാബ്, പ്ലാസ്റ്ററിങ്, MEP, ഹാൻഡ് ഓവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ വർക്കിന് ഒരു ഡിലേയും കൂടാതെ നമ്മൾ ഈ ഡേയ്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. നമുക്ക് ഇവിടെ കാണാം റിലേഷൻഷിപ്പ് എന്നുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പ് എല്ലാം നമ്മൾ FS ആണ്, ഫിനിഷ് ടു സ്റ്റാർട്ട്. അതായത് ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഗാർഡൻ വർക്ക് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ FS എന്നുള്ളത് നമുക്ക് SS കൊടുക്കാം. അതായത് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് എന്നുള്ളത് കൊടുത്തതിന് ശേഷം നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ മാറ്റം കണ്ടില്ലേ, അതായത് ഈ ഒരു ഗാർഡൻ വർക്കും സോയിൽ ഫില്ലിങ്ങും സെയിം ഡേയ്സിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബാർസ് മാറിയിട്ടുണ്ട്. നമുക്ക് ഫിനിഷ് ടു സ്റ്റാർട്ട് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ റിലേഷനിൽ ഫിനിഷ് ടു സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഈ ഒരു ആക്ടിവിറ്റി ഗാർഡൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത സോയിൽ ഫില്ലിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ആക്ടിവിറ്റി ലിങ്കിങ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം.